നമസ്കാരം. ഭാരത് ലൈവ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി DCC മുൻ സെക്രട്ടറിയും ഒപ്പം കെ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന ആളും കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം BJPയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം BJPയിലേക്ക് വന്നത്, കോൺഗ്രസിലെ പ്രശ്നങ്ങൾ, അത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. ഇതിപ്പോൾ BJPയിലേക്ക് വന്നിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത് ഒരു മുഖമായിരുന്നു എന്ന് പറയാം. നമുക്കിപ്പോൾ കണ്ടാലും കോൺഗ്രസ്സുകാർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു മുഖം തന്നെയാണ്. കെ കരുണാകരൻ്റെ വിശ്വസ്തനായ ആളായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വിട്ട് BJPയിലേക്ക് വന്നത്? ലീഡർ ശ്രീ കെ കരുണാകരൻ സാറ് ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് സുരക്ഷിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നെ കുറച്ചു കാലം ബഹുമാനീയനായ ഉമ്മൻചാണ്ടി സാറും അത് നയിച്ചുകൊണ്ടുപോയി. പിന്നെ വന്നിട്ടുള്ള ഭരണാധികാരികൾ പാർട്ടി തലത്തിലും മറ്റു തലത്തിലുമൊക്കെ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകരെ സംരക്ഷിച്ച് നിർത്തുവാനോ പാർട്ടി സംവിധാനം ഉണ്ടാക്കുവാനോ അവർ ശ്രമിക്കാതെ നാല് ചുറ്റും നിൽക്കുന്ന തൻ്റെ ഉപജാപ സംഘങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള പ്രയാണത്തിലായിരുന്നവർ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള പ്രവർത്തകരുടെ നേതാക്കന്മാരും അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി കുറച്ചു കാലമായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും തിളക്കമാർന്ന വികസന പ്രവർത്തനങ്ങളും അത് നയിക്കുന്ന മോഡിജിയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയും ആകൃഷ്ടമായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ BJPയിലേക്ക് വരാൻ കാരണം. പത്മജ വേണുഗോപാലിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഈ വിഷയത്തിലുണ്ടായിട്ടുണ്ട്? ലീഡറുടെ മകളല്ലേ, ലീഡറുടെ മകൾ പത്മജ ചേച്ചി കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പലരും ചിന്തിക്കുമെന്നുള്ളത് വ്യക്തമല്ലേ. തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കേരളത്തിലെ കോൺഗ്രസ് ആടി ഉലയും ഓരോ ഭാഗത്തു നിന്നും ജില്ലയിൽ നിന്നും പ്രവർത്തകരുടെ കുത്തൊഴുക്കായിരിക്കും ഇനി വരുന്ന നാളിൽ ഉണ്ടാകുമ്പോൾ. ഈ കേരളത്തിലെ കോൺഗ്രസ് മാത്രമാണോ? അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസ് അപ്രസക്തമായ അവസ്ഥയിലാണ്. ഇനി കേരളത്തിലെ കോൺഗ്രസിലേക്ക് നോക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രശ്നം ഗ്രൂപ്പിസമാണോ, അതോ ഈ കൂടെ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്ന നേതാക്കന്മാരുടെ സമീപനമാണോ, അതോ മറ്റെന്തെങ്കിലും സംഘടനാ സംവിധാനം ഇല്ലായ്മയാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിലെ പ്രശ്നം? സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നയിച്ചു കൊണ്ടുപോകേണ്ടടുത്ത് ഒന്നും രണ്ടാണ് കണക്ക്. ആ 2 5 മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടാക്കിയത് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുടെ നിർദ്ദേശമായിരിക്കാം. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി പണ്ടുണ്ടായിരുന്ന കെ കരുണാകരൻ നയിക്കുന്ന ഐ ഗ്രൂപ്പും ബഹുമാന്യനായ AK ആന്റണി സാർ നയിച്ചിരുന്ന എ ഗ്രൂപ്പും, അദ്ദേഹമാണ് നയിച്ചതെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോയത് AK ആന്റണി സാറാണ്. ആ 2 ഗ്രൂപ്പുകൾ ആയിരുന്ന കാലത്ത് യോഗ്യതയുള്ള സംഘടനാ പ്രവർത്തകരെയൊക്കെ പരമാവധി 2 ഭാഗങ്ങളും നിലനിർത്തി കൊണ്ടുപോകാനും എന്തൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും അത് പരിഹരിക്കാൻ 2 നേതാക്കൾ മുൻകൈ എടുക്കുകയും വളരെ മനോഹരമായി തന്നെ തിരഞ്ഞെടുപ്പുകളിലും മറ്റും അതിനു മുമ്പേ തന്നെ സംഘടനാ പ്രവർത്തനം ശക്തമാക്കുവാനും അത് പാർട്ടിക്ക് തിരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം കരസ്ഥമാക്കാനും പല ഘട്ടത്തിലും കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സംഘടനാ സംവിധാനം ഇപ്പോൾ ഉണ്ട്. ഇപ്പം സംഘടനാ സംവിധാനം എന്നുള്ളത് വട്ടപൂജ്യമാണ്. കാരണം പുറത്ത് കാണുന്ന ചില ജിമുക്കുകളല്ലാതെ ബൂത്ത് തലം മുതൽ പ്രക്രിയമാണ്. അതിപ്പോൾ ഞാൻ ഈ BJPയിലേക്ക് കടന്നു വന്നതുകൊണ്ട് ആക്ഷേപിക്കുന്നതല്ല. ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ മോശമായ നിലയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. വരുന്ന ആളുകൾ ഇതിനേക്കാളും ദുർബലമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ സംസാരിച്ചിരുന്നു വിട്ടു വന്ന ശേഷം? പലരും എന്നെ, വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. KPCC ഭാരവാഹി ആക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു. KPCC ഭാരവാഹിയായി വരാൻ 78 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ആ 78 പേരും സംഘടനാ പ്രവർത്തകർ മികച്ചതാണോ
അത് മോശക്കാരാണെന്ന് ഞാൻ പറയുന്നുമില്ല, അത് തെറ്റാണ്. പക്ഷേ കെ കരുണാകരൻ പോലുള്ള ബഹുമാന്യനായ ലീഡറുടെ വീട്ടിൽ 16ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ, KSUക്കാരനായി കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബന്ധം അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അദ്ദേഹം 1991 അസംബ്ലി സീറ്റ് എനിക്ക് തിരുവനന്തപുരം ഈസ്റ്റ് തരണമെന്ന് ആവശ്യപ്പെടുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഈസ്റ്റ് നിയോജകമണ്ഡലത്തിൽ പല സ്ഥലത്തും ചുവരെഴുത്തുണ്ടായിരുന്നു. പക്ഷേ സിറ്റിംഗ് MLA ഒരു B. വിജയകുമാർ MLA നേമത്തേക്കും തിരുവനന്തപുരത്ത് എന്നേക്കും വയ്ക്കാനാണ് ലീഡർ ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഡൽഹിയിലുള്ള ചർച്ചയിൽ സിറ്റിംഗ് MLA മാറ്റുന്നതിനോട് യോജിക്കാത്തതുകൊണ്ട് നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലീഡർ പക്ഷേ അത് മനസ്സിൽ വെച്ചിട്ട് 95 ലീഡർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നേരിട്ട്, സാധാരണ സീറ്റ് സംഘടനാ സീറ്റ് ലോക്കലായിട്ടുള്ള ആളുകളാണ് തീരുമാനിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് ആ വിഷമം മനസ്സിലുള്ളതുകൊണ്ട് എന്നെ 95 അദ്ദേഹം നേരിട്ടാണ് സീറ്റ് അസംബ്ലി കോർപ്പറേഷനിലേക്ക് മത്സരിക്കാനുള്ള സീറ്റ് വാങ്ങിത്തരികയും സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത്. പക്ഷെ അദ്ദേഹം അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു, കോൺഗ്രസ്സാണ് തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് ബുദ്ധിപരമായ നീക്കം നടത്തണം, ഇതിനകത്തും ചതിക്കുഴികളുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എൻ്റെ വീട്ടിൽ അന്ന് PTP താമസിക്കുക, ലീഡർ സ്ഥാനം രാജിവെച്ച് കുറച്ച് നാളുകൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ ഈ PTP നഗറിൽ വീട്ടിൽ നീ കടന്നു വരുമ്പം കൗൺസിലറായിട്ടല്ലാതെ കടന്നു വരരുത്, കാരണം അത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ വിജയിച്ചിട്ട് വരണമെന്നുള്ളൊരു ഒരു നിർദ്ദേശമാണ് അതിനകത്തുണ്ടായിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് ആശീർവാദം വാങ്ങിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്നത്. അന്നും എൻ്റെ ഒരു സ്വഭാവം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ നിൽക്കുമ്പോഴും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും സഹപ്രവർത്തകരായിട്ടും ഞാൻ ആത്മബന്ധം പുലർത്തുന്ന ഒരാളായിരുന്നു. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രഗത്ഭനായ EMS നമ്പൂതിരിപ്പാട്, ബഹുമാനീയൻ അദ്ദേഹം എൻ്റെ വീടിൻ്റെ അയൽവക്കമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അവിടെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിനെ തൊഴുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ചില ഫംഗ്ഷനിലൊക്കെ ഞാൻ ഒന്നിച്ചും സാറുമായിട്ട് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ എല്ലാവരുമായിട്ടും നമ്മൾ സൗഹൃദം നിലനിർത്തി പോകുന്ന BJP നേതാക്കളുമായിട്ടായിട്ട് നമ്മൾ സൗഹൃദം. പക്ഷേ നിൽക്കുന്ന പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന പരിപാടി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാലത്തും ഇരിക്കുന്ന കാലത്തുണ്ടായിട്ടില്ല. ഈ കോൺഗ്രസ്സുകാരും ഒപ്പം CPMകാരും ഒക്കെ പറയുന്നത് BJP ആൾക്കാരെ പർച്ചേസ് ചെയ്യുന്നു, സ്ഥാനമാനങ്ങൾ നൽകുന്നു, പണം നൽകുന്നു, ED കേസെടുത്ത് പേടിപ്പിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണോ കേരളത്തിലെ കോൺഗ്രസ്സിൽ നിന്ന് ആൾക്കാർ ഇപ്പോൾ BJPയിലേക്ക് വരുന്നത്? അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? അങ്ങ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തിയിരുന്നോ? ഏതെങ്കിലും സ്ഥാനമാനം ഓഫർ ചെയ്തിട്ടാണോ പോയത്? എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? ഇത് പുറത്ത് പോകുമ്പം സാധാരണ ഒരു ഫൈനാൻസ് സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്ന സ്റ്റാഫുകളെ പിരിച്ചുവിടുന്നത് സാമ്പത്തിക ആരോപണം പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ പറഞ്ഞു വിടുന്ന പ്രവണത പലപ്പോഴും ഉണ്ട്. അതുപോലെ ആയിരിക്കാം കോൺഗ്രസ്സുകാർ സ്ഥിരമായിട്ട് അകത്ത് നിൽക്കുമ്പം അവഗണിക്കുകയും പുറത്തേക്ക് പോകുമ്പം മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരുടെ വൈകൃതമായ സ്വഭാവമാണ്. അത് നമുക്ക് തിരുത്താൻ വലിയ പാടാണ്. കാരണം അത്തരം ആളുകൾ കാലങ്ങൾ കഴിയുമ്പോൾ BJPയുടെ നേതാക്കന്മാരെ വീടുകളിൽ ചെന്ന് കതവിൽ തട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ ഒളിഞ്ഞും തെളിഞ്ഞും നേരത്തെയൊക്കെ ഗ്രൂപ്പിസം വളരെ പ്രകടമായിരുന്നു. അതൊരു പക്ഷേ ശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം, വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുമായിരുന്നു. ഇപ്പോൾ പുതിയ തലമുറയാണ്, കുറേയേറെ പുതിയ ആൾക്കാർ. ഇപ്പോൾ പത്മജ വേണുഗോപാലിനെയൊക്കെ അവരുടെ അമ്മയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുള്ള പുതിയ തലമുറ ആൾക്കാരുണ്ട്. അത്തരത്തിൽ വന്ന ആൾക്കാർ അവർ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നു എന്നും അവിടെ ഗ്രൂപ്പിസം ഇല്ല എന്നും ഒക്കെ പറഞ്ഞു വെക്കാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ഇല്ലാതെ വരുന്നത് നല്ല നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ? കോൺഗ്രസ് ശക്തരായ നേതാക്കന്മാരില്ലാത്തത് കൊണ്ട്? ഗ്രൂപ്പിസം ഇല്ല എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ മനഃപൂർവ്വം മാറ്റിവെച്ച് പറഞ്ഞതാണോ എന്നുള്ള സംശയമുണ്ട്.
ഇന്ന് കോൺഗ്രസ്സിനകത്ത് ഞാൻ BJPയിലേക്ക് വരുന്നത് വരെ ഇപ്പോൾ 5 ഗ്രൂപ്പാണ്. പണ്ട് 2 ഗ്രൂപ്പേ ഉള്ളൂ, ഇന്ന് 5 ഗ്രൂപ്പാണ്. ആ 5 ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർക്ക് ചുറ്റി നിൽക്കുന്ന ഉപഗ്രഹങ്ങളാണ് പോസ്റ്റിലേക്കൊക്കെ വരുന്നത്. പക്ഷേ എൻ്റെ സ്വഭാവത്തിനും നമ്മൾ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴും എനിക്കൊരു ഉറച്ച നിലപാടുമായിട്ട് മാത്രമേ ഞാൻ ചർച്ച ചെയ്യാറും സംസാരിക്കാറുള്ളൂ. എല്ലാം അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കില്ല. ഇതിനകത്ത് ന്യൂനതയുള്ള പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പല കാലത്തിലും പൊട്ടിത്തെറിക്കുകയും ഞാനത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് പലപ്പോഴും ഷോക്കേഴ്സ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം അത് പക്ഷേ ആ സസ്പെൻഷൻ പാർട്ടി തിരുത്താനുള്ള ശ്രമം പലപ്പോഴും 2 ദിവസം പോലും നീണ്ടു നിൽക്കാത്ത സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ പാർട്ടിക്കകത്തുള്ള തെറ്റായ പ്രവണതയ്ക്കെതിരായിട്ടൊന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പലപ്പോഴും നേതാക്കന്മാർ ആ സസ്പെൻഷൻ എന്ന് പറഞ്ഞ നടപടി അല്ലെങ്കിൽ ഷോക്കേഴ്സ് നോട്ടീസ് പിൻവലിക്കേണ്ടി വരുന്നത് നേരായ മാർഗത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചൂണ്ടുവലയായതുകൊണ്ടാണ്. അങ്ങ് ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം BJPയിലേക്ക് വരുമ്പോൾ ശശി തരൂർ എംപിയുടെ ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ സാധാരണക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു ഗുരുതരമായ ആരോപണമാണ്. കാരണം 15 വർഷം തിരുവനന്തപുരത്തിൻ്റെ MP-ആയി കേരളത്തിലെ ജനത മുഴുവൻ കൊട്ടിഘോഷിച്ച വിശ്വപൂരൻ എന്ന ഇമേജുമായൊക്കെ നിൽക്കുന്ന ഒരാളാണ് ശശി തരൂർ. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അപ്പോൾ നിരവധി വാഗ്ദാനങ്ങളും വികസനങ്ങളും ഒക്കെ നടത്തിയെന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് അടുത്ത ദിവസങ്ങൾ പുറത്തിറങ്ങിയതിലൊക്കെ പറയുന്നത് ഒരുപാട് വികസനം നടത്തിയെന്നാണ്. സാധാരണ ജനങ്ങൾ പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. എന്താണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്? അതിന് സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഓഫീസായി മാറി എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്? ഒന്ന്, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തെരഞ്ഞെടുപ്പ് നേരിട്ടത് കാലഘട്ടത്തിലൊക്കെ ബഹുമാനീയനായ ലീഡറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കടന്നു വരികയും അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. അപ്പം അന്ന് ഒരു UN ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതും പല രാജ്യങ്ങളിലും ബന്ധമുണ്ടെന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ പട്ടിണി പാവങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ ഇരട്ട നഗരം, അതുപോലെ തന്നെ ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ, ഹൈക്കോടതി ബെഞ്ച് കേക്ക് കെട്ടിയത് കൊണ്ടുവരുമ്പോഴേ ലാഘവത്തോടു കൂടിയാണ് ശശി തരൂർ പറഞ്ഞത്. പക്ഷേ അത് സാധാരണക്കാരായ ജനങ്ങൾ വളരെ അത്ഭുതത്തോടെ കണ്ടു. പക്ഷേ അദ്ദേഹം MP-ആയി ജയിച്ചതിന് ശേഷം അതിനൊക്കെ സജീവമായി പ്രവർത്തിച്ച കുറേ കൂട്ടത്തിലുള്ള ഒരാളും കൂടെയാണ് അദ്ദേഹം. ഇവിടെ ഉണ്ടായിരുന്നു, തിരുവനന്തപുരം തലസ്ഥാനത്തുണ്ടായിരുന്നു. അദ്ദേഹം തലസ്ഥാനത്ത് ഉള്ളത് ഓഫീസിലോ വീട്ടിലോ ഉള്ളത് വളരെ അപൂർവമാണ്. അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട്, ശതകോടീശ്വരന്മാരുണ്ട്. അവരെയൊക്കെ വീടുകളിൽ സ്ഥിരമായിട്ട് പോകാറുണ്ട്. അതല്ലാതെ സാധാരണക്കാരനെ കാണക്കം വളരെ കുറവായിരുന്നു. ഓഫീസ് നിർജീവമായിരുന്നു. പിന്നെയും ഈ 15 വർഷക്കാലം ഒരു നീണ്ട കാലയളവാണ്. 3 ടേമാണ് MP ആയിരുന്നത്. ആദ്യത്തെ തവണ ഒന്നും ചെയ്തില്ല എങ്കിലും പിന്നീട് ജയിക്കുന്നു, പിന്നീടും ജയിക്കുന്നു. പിന്നെ നമുക്ക് എങ്ങനെയാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല? അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ അത്ര ബുദ്ധിയില്ലാത്തവരാണോ? അല്ല, തീർച്ചയായിട്ടും അത് ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ നമ്മൾ ശശി തരൂർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് ബദലായി അന്ന് ആ കാലഘട്ടത്തിൽ വച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ അത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇത്തവണ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ പാർലമെൻറ്റിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒരു ബില്ല് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രസംഗം വളരെ ശോഭിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു വരുന്ന ചില ഇംഗ്ലീഷ് വാചകങ്ങൾ പലപ്പോഴും ചില ഘട്ടത്തിൽ പ്രയോഗിക്കുക, അതിനെ ഏകദേശം കൊണ്ടു നടക്കുക എന്നുള്ളതല്ലാതെ തിരുവനന്തപുരക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ഹൈക്കോടതി ബെഞ്ച് 15 വർഷത്തോടെ നടത്തിയിട്ടില്ല, നടന്നിട്ടില്ല. റോഡുകൾ, നാഷണൽ ഹൈവേ റോഡുകൾ നടക്കുന്ന നിതിൻ ഗഡ്കരിയെ പോലുള്ള നേതാക്കളുള്ളതുകൊണ്ട് എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. അതൊന്നും ഇതിനകത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റിനോ MP-മാർക്കോ ഒന്നും റോളില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം റെയിൽവേ വികസനം സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിനകത്ത് കൃത്യമായി അജണ്ടയുടെ ഭാഗമായിട്ടോ വളരെ കൃത്യമായി ജനങ്ങളെ ഒരു വികസനം എന്താണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വികസനം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വളരെ ചുരുക്കുള്ള കേന്ദ്രമന്ത്രി രാജഗോപാൽ ആദ്യം അദ്ദേഹം വളരെ നന്നായിട്ടത് കാണിച്ചു കൊടുത്തു. അതിനുശേഷം വന്ന V. മുരളീധരൻ അദ്ദേഹം
സംഘാടകനാണ്. അതെ, മികച്ച സംഘാടകനാണ് അദ്ദേഹം. ഇരിക്കുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിനകത്തുള്ള വിദേശ മലയാളികൾക്കുണ്ടായ കണ്ണീരുകൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ മോദിജിയുടെ സഹായത്തോടുകൂടി വി മുരളീധരൻ വളരെയേറെ ശ്രമം നടത്തുകയും അതെല്ലാം വിജയം കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. യുക്രൈൻ യുദ്ധം നടന്നപ്പോഴും മുഴുവൻ മലയാളികളെയും ഉൾപ്പെടെയുള്ള ആളുകളെ, ഇന്ത്യക്കകത്തുള്ള ആളുകളെയും എത്തിക്കുന്നതിനും ഈ മുരളീധരൻ ഏറ്റ ചുമതല, പ്രധാനമന്ത്രി ഏൽപ്പിച്ച ചുമതല വളരെ കൃത്യമായും ഭംഗിയായും നിർവഹിച്ച ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് വി മുരളീധരൻ. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തിൻ്റെ വികസനം അത് അക്ഷരാർത്ഥത്തിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് പൊതുവെ ജനങ്ങളെവരും പറയുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരൻ വളരെ പ്രഗത്ഭനാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, നമ്മൾ ഈ വാർത്തകൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് ശശി തരൂരിനെ മാറ്റി നിർത്തേണ്ടതും രാജീവ് ചന്ദ്രശേഖരെ വിജയിപ്പിക്കേണ്ടതും? നമ്മൾ സാധാരണക്കാരൻ്റെ ആദ്യം പ്രശ്നം എടുക്കാം. അദ്ദേഹം പൊഴിയൂർ, അവിടെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, അദ്ദേഹം അതിനെ സ്റ്റഡി ചെയ്ത് അതിൻ്റെ മേപ്പുമായിട്ടാണ് പൊഴിയൂർ പോയി അദ്ദേഹം ഡിസ്കഷൻ നടത്തിയത്. അപ്പം എവിടെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ബാധിക്കുന്ന ദുരിതങ്ങൾ, കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന്, അത് അവിടെ എന്ത് ആസൂത്രണം ചെയ്താൽ അത് അവസാനിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹം വളരെ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ മുഴുവൻ ആ ഫോട്ടോസും അതിൻ്റെ ഡിസൈനും എല്ലാം കൊണ്ടാണ് അവിടെ പോയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വ്യക്തമായി ഇത് വളരെ നന്നായി അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നത്തെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശ്വാസത്തിലെടുക്കാൻ ആ വിഭാഗത്തിന് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 7 മാസക്കാലം മത്സ്യത്തൊഴിലാളി സമരം ചെയ്തു. അവരെ സമരം എന്ന് പറയുന്നത് ഒരു പോർട്ട് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല ഉണ്ടായിരുന്നത്. അത് അവിടുത്തെ ഇതുപോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ അവർക്ക് അപകടം സംഭവിക്കുമോ, കടൽക്ഷോഭം വീണ്ടും ഇത് വരാനുള്ള സാധ്യത ഉണ്ടാകുമോ, അത് അവർ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം. പിന്നെ അവർക്ക് ഭാവിയിൽ ഒന്നാമത് ഒരു സ്ഥിരമായി വരുമാനം സംരക്ഷിക്കപ്പെടുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭാവിയിൽ ഒരു വീട് എന്ന സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർക്ക് നല്ലൊരു സൗകര്യപ്രദമായ വീട് നിർമ്മാണം, അവർക്ക് വളർന്നു വരുന്ന തലമുറകൾക്ക് ആ പ്രദേശത്ത് നിന്ന് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഫോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ ഇനി തുടങ്ങാൻ പല സ്ഥാപനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ ആ പാവപ്പെട്ട പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള വളർന്നു വരുന്നവർക്ക് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ആ കുടുംബത്തിനൊരു സംരക്ഷണത്തിൻ്റെ ഒരു വലയം തീർക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരത്തെ വളരെ ക്രൂരമായി തന്നെ 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 7 മാസത്തോളം സമരം ചെയ്തിരുന്നു. അതിനകത്ത് ആ സമരം നേരിടുന്ന കാലഘട്ടത്തിലൊന്നും കോൺഗ്രസ് നേതാക്കൾ അവരെ പിന്തുണച്ചുകൊണ്ട് പോകാൻ തയ്യാറായിട്ടില്ല. അത് വളരെ ദുഃഖകരമാണ്. കാരണം കോൺഗ്രസിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ലാറ്റിൻ. മറ്റുള്ളവർ കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷേ ഒരു വലിയ മാർജിൻ വോട്ട് അവിടെ നിന്നും പലപ്പോഴും കോൺഗ്രസ്സിന് ലഭിക്കാറുണ്ട്. ആ വോട്ട് പലപ്പോഴും പാർലമെൻറ്റ് ഇലക്ഷനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഒക്കെ നമുക്ക് കോൺഗ്രസ്സിന് അന്നത്തെ കാലത്ത് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ അത്തരം ആളുകളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ പോവുകയോ സഹകരിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു സംഭവം വഷളായി കഴിഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് മത്സ്യത്തൊഴിലാളികൾ നിങ്ങളിനി കയറണ്ട, നിങ്ങൾ തിരിച്ചു പൊക്കോളാം, രാഷ്ട്രീയം കളിക്കാൻ ഇത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളത്. പക്ഷേ അവിടെ സംബന്ധിച്ചിടത്തോളം ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു വ്യക്തി അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, MP ആയിരുന്നുവെങ്കിൽ, തിരുവനന്തപുരത്തിന് കൂടുതൽ വികസനം ഉണ്ടാക്കാൻ എന്നിരുന്നെങ്കിൽ അന്ന് ഫോർട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും കേന്ദ്ര സർക്കാരുമായും സംസ്ഥാന സർക്കാരുമായും ഈ ലാറ്റിൻ്റെ പിതാവും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനിയായിട്ടുള്ള യൂജിൻ അച്ഛനും ഒക്കെ ചേർന്ന് സംസാരിക്കുകയും ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോർമുല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോർമുല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോർമുല, ആ ഫോർമുല കണ്ടെത്തി അവർക്കുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടി
ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് ശക്തമായ ഫണ്ടുള്ളതാണ്. ആ ഫണ്ടുകൾ മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് നല്ല മനോഹരമായ വീട് വയ്ക്കുന്ന ഭവന നിർമ്മാണവും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനും ആയിട്ട് വേണ്ടുള്ള ഹബ്ബ്, അതായത് മത്സ്യങ്ങൾ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ മാത്രമല്ല, അവർക്കുള്ള ആധുനിക രീതിയിലുള്ള ഫിഷിംഗ് ബോട്ടുകൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഫിഷിംഗ് ഇതാക്കാനും അത് സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു ഫാക്ടറി സംവിധാനം, വിപണനം കാലാവസ്ഥയ്ക്കനുസരിച്ച് വിൽപ്പന നടത്താനുള്ള ഒരു സാഹചര്യം ഒരുത്താനുള്ള ഇതൊക്കെ ഉള്ള ഒരു സംവിധാനം സെൻട്രൽ ഗവൺമെൻറ് തലത്തിൽ നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ശശി തരൂർ നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ MP ശശി തരൂർ അദ്ദേഹം ഈ സമരത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ജനകീയ വിഷയങ്ങളൊന്നും ഇടപെടാതെ? MP ആയിരിക്കുകയും ചെയ്യുന്നു, ജനകീയ വിഷയങ്ങളൊന്നും ഇടപെടുന്നില്ല. പുള്ളിക്ക് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന് ഒരു സുഖലോലുപതനാണ്. അദ്ദേഹത്തിന് സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും അദ്ദേഹത്തിന് അടുത്തുനിന്ന് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. പിന്നെ സംസാരിക്കുന്നുണ്ട്. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം തോളി കയറുകയും ചിലപ്പം കുട്ടികളെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികം, അത് നടക്കുന്ന. അത് കഴിഞ്ഞാൽ അദ്ദേഹം ആ വീട്ടിനകത്തോ അദ്ദേഹത്തിൻ്റെ വസതിയിലോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ ഒരാളെയും കയറ്റത്തില്ല. അത് ഞാനൊരു രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇപ്പം പറയുന്നതല്ല, അന്നും ഈ നിലപാടുകൾക്കെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഉദാഹരണമായിട്ട് DCC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ മീറ്റിംഗ് നടക്കുമ്പം ഓഫീസിൽ തരൂറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, പാർട്ടി പ്രവർത്തകനായിട്ടുള്ള അന്നത്തെ കോൺഗ്രസ്സുകാരെ അവരെ നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെ വീട്ടിലോ ഓഫീസിലും കയറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ ഓഫീസിലുള്ള സ്റ്റാഫുകളും നിങ്ങൾ അവരെ തിരിച്ച് കയറ്റിയതിന് ശേഷം ഓഫീസിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ വലിയ കോലാഹലം ബഹളമൊക്കെ ഉണ്ടായി. കയ്യേറ്റ ശ്രമം നടന്നു. എനിക്കെതിരായിട്ട് സ്റ്റാഫുകൾ വികസനം നടന്നു എന്ന് പറഞ്ഞു. 15 വർഷം കൊണ്ട് അദ്ദേഹം വികസനം നടന്നു എന്ന് പറയുന്നത് ശരിയാണ്. ആ വികസനം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾക്ക് മാത്രമായിരുന്നു വികസനം. അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എടുക്കുക. ഈ സ്റ്റാഫുകളുടെ സ്റ്റെനോഗ്രാഫറായിട്ട് വന്ന ഒരാളിൻ്റെ ആസ്തി എന്താണെന്ന് ദയവായിട്ടൊന്ന് പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു ശതകോടീശനായിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കുക്കായിട്ട് വന്നവർ, ആ കുക്കായിട്ട് വന്നവർ ഇപ്പം പുള്ളിയുടെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്ന ആളായിട്ട് മാറി. അദ്ദേഹവും പല വീടുകളും കൊലശേഖരത്ത് താമസിച്ച് ഒരു ഓലപ്പുരയെന്ന് പറഞ്ഞ ആൾ ഇപ്പം മണിമാലിയിൽ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 10, 30, 40 വർഷമായി ത്യാഗം സഹിച്ച് ഈ വെയിൽ കൊണ്ട് രക്തം വേർപ്പാക്കി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരൊക്കെ തെരുവിലൂടെ അനഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് ശശി തരൂർ കാണേണ്ടത്. ആ മേഖലകളിലൊന്നും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിലൊന്നും തരൂർ ഇതുവരെ ഇടപെട്ടിട്ടില്ല. പിന്നെ വികസനത്തിന് വേണ്ടിയോ ഒരു കാര്യവും, റെയിൽവേ വികസനമൊക്കെ നടന്നത് ഇപ്പം തന്നെ മുരളീധരൻ വീണ്ടും ഈ തിരുവനന്തപുരം ജില്ലയ്ക്കുള്ള വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം NDA സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം പാർലമെൻറ്റിൽ അദ്ദേഹം അതുപോലെ തന്നെ IT-യിലെ സകല സ്ഥാപനങ്ങളെ വിളിച്ചുകൊണ്ട് വരിക, അത് തെളിയിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പുതിയ ഡെവലപ്മെൻറ്റ്സ്, കടൽ ക്ഷോഭം ഉണ്ടാവാതെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി, മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പുതിയൊരു ന്യൂനതമായ സംവിധാനങ്ങൾ നിർമ്മാണ പ്രവർത്തനം നടത്തുവാനും അവിടെയുള്ള ട്രസ്റ്റിൽ ഫോർട്ടിലുള്ള നിർമ്മാണ പ്രവർത്തനം കഴിയുമ്പോൾ അവിടെ കുറേയൊക്കെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ആ വിദ്യാഭ്യാസമുള്ളവർക്കും അല്ല സാധാരണ ജോലി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചുള്ളവർക്കും ജോലി കൊടുക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം മാത്രമല്ലേ പറയാൻ പറ്റൂ. അതിന് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ ചെയ്തിട്ടുള്ള നീചമായ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ മൂലം കൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയ എത്രയേ ഫാമിലികൾ, അതുപോലെ തന്നെ സാധാരണക്കാരായ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. പാർട്ടി പ്രവർത്തകർ ഒരു EQന് പോലും പ്രയോജനമില്ലാത്തൊരു ഓഫീസായി മാറി. റെയിൽവേ EQന് പോലും പ്രയോജനമില്ലാത്ത ഓഫീസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം താഴോട്ട് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത പ്രശ്നമുണ്ടോ? അങ്ങനെയുണ്ടോ? രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, വെറുതെ ഇങ്ങനെ മറ്റു ചില വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഫോക്കസ്. അദ്ദേഹത്തിന് ആദ്യം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങാൻ ഇവിടെ വന്നെങ്കിലും പിന്നെ നമ്മളിപ്പം എപ്പോഴും ചിന്തിക്കേണ്ടത്, രാഷ്ട്രീയ പ്രവർത്തനം ഇഷ്ടമില്ലാതെ വരുമ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ദയവായിട്ട് ജനങ്ങളെ വേദനിപ്പിക്കാതെ രാജിവെച്ച് പോവുകയോ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പോവുകയാണ് വേണ്ടത്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു MP എന്ന പദം അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലും മന്ത്രിയാവാനും കഴിഞ്ഞു. ഒരു പ്രാവശ്യം മന്ത്രിയായി. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് അത് പുറത്താവേണ്ടി വന്നത്. കാരണം
അന്നത്തെ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യമാരെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല, കാരണം സ്ത്രീകളാണ്, അവരുടെ ഷെയറിങ്ങിന് വേണ്ടി ഒരു IPL ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് അവർ മരിച്ചു പോയതുകൊണ്ട് ഞാൻ മോശമായിട്ടൊന്നും പറയാം, അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ബന്ധപ്പെട്ട ഒരു വിവാദമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് മന്ത്രി പദം അദ്ദേഹത്തിന് ഒഴിയേണ്ടത്. ആ മന്ത്രി പദം ഇരുന്ന ഒരു കാലയളവിലും ഒരു നയാ പൈസയുടെ വികസന പ്രവർത്തനം തിരുവനന്തപുരത്ത് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. തരൂർ ചെയ്യേണ്ടത് ഒന്ന് മാപ്പ് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് പോയി തരണം. കാരണം ജനങ്ങൾ ഇനിയെങ്കിലും വികസനങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്ന് അവരൊന്ന് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. തരൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്നും വിവാദങ്ങളാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മെഹർ കരാറുമായി ബന്ധപ്പെട്ടതും അതിനുശേഷം ഇപ്പോൾ മെഹുവ മൈത്രയുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായി. അതിനു മുമ്പ് സ്ത്രീ വിഷയത്തിലും പലതരത്തിലുള്ള ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴും തിരുവനന്തപുരത്തുകാരെന്തുകൊണ്ടാണ് വീണ്ടും 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 അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്? അത് എല്ലാം ഒരു വിഷ്വൽ ഉണ്ട്. അതായത് സത്യമാണെന്ന് പുറത്തറിയണം. ഇദ്ദേഹത്തിന് അങ്ങനെ ഉള്ള കാര്യത്തിൽ പുള്ളി വിചിത്രപരമായ അഭിപ്രായങ്ങളും വിചിത്രപരമായ ചില സംവിധാനങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയുടെ മരണം പോലും അത് നമുക്കൊരിക്കലും തെളിയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സാഹചര്യത്തിൽ പോയി എന്നുള്ള സത്യമാണ്. അതുകൊണ്ടായിരിക്കാം വീണ്ടും ഒരു മരണവും കൂടെ, ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ മരണവും കൂടെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. അത് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് പോസ്റ്റ് അടിക്കുന്ന, ഫ്ലക്സ് ബോർഡുകൾ അടിക്കുന്ന, അത് അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻ ഇത് ഡിസൈൻ ചെയ്യുകയും അത് ഈവൻറ്റ് മാനേജ്മെൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, ശൈലജൻ. സൗന്ദര്യ അഡ്വർടൈസ്മെൻ്റ് എന്നാണ് ആ സ്ഥാനത്തിൻ്റെ പേര്. അതിൻ്റെ ഉടമസ്ഥൻ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പ് ഒഴിച്ചുള്ള 3 തെരഞ്ഞെടുപ്പിലും അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്. ആ ചെയ്തതിൻ്റെ ഇവരെപ്പോഴും സ്റ്റാഫും ഇദ്ദേഹം കൊടുക്കുന്ന ഇദ്ദേഹം പറയുന്നു, സ്റ്റാഫ് പറയുന്നു അദ്ദേഹം തന്നില്ല എന്ന്. പക്ഷേ രണ്ടുപേരെ ഒന്നിച്ച് കാണുമ്പോൾ പറയും പിന്നെ വരാൻ പറയും. ആ മനുഷ്യൻ ഏകദേശം 2-2.5 വർഷക്കാലം ഇവരെയൊക്കെ വീടുകളിലും ഈ MP ശശി തരൂരിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലും കയറി ഇറങ്ങി. എന്നിട്ട് ഇത് നിവൃത്തിയില്ലാതെ പലപ്പോഴും എന്നെ കാണുമ്പം പറയും, നമ്മൾ തരൂരിനെ പോലുള്ളൊരു വലിയ നേതാവിൻ്റെ മുഖത്ത് നോക്കി പൈസ വെച്ച് കൊടുക്കാൻ പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ പോകാറില്ല. DCC ഓഫീസിൽ ചെന്ന് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് പരാതി പറഞ്ഞു, KPC ഓഫീസിൽ ചെന്ന് പരാതി പറഞ്ഞു. എല്ലാവർക്കും തരൂരിനോട് പറഞ്ഞ് ആ പൈസയുടെ കാര്യം പറയാനുള്ള സാങ്കേതിക പ്രശ്നമായിരിക്കാം. പക്ഷേ എന്താ നിർഭാഗ്യവശാൽ ഈ സ്റ്റാഫുകളും ഇദ്ദേഹവുമായി പല പ്രാവശ്യം ചർച്ച ചെയ്തെങ്കിലും കടം കയറി നിവർത്തിയില്ലാതെ കണ്ണീരോടുകൂടി പലവട്ടം വന്നു. വീട്ടിലെ ദയനീയമായ അവസ്ഥയും വളരെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇവരെ മനസ്സലിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരുടെ സ്റ്റാഫ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുക ഇവിടെ ഉണ്ടായി. കാരണം ഇദ്ദേഹം നിവൃത്തിയില്ലാതെ അദ്ദേഹം തരൂറിൻ്റെ വീട്ടിൽ സത്യാഗ്രഹമായിരുന്നു. അതിനുശേഷമാണോ മരണപ്പെട്ടത്? അതിനുശേഷം ആ സത്യാഗ്രഹം എന്ന ദേഷ്യം കൊണ്ട് സ്റ്റാഫുകൾ വന്ന് ക്രൂരമായി ഉപദ്രവിച്ചു. നാളെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് പോലീസ് മൊഴിയെടുക്കാനോ കേസ് FIR ഇടാനോ തയ്യാറായാൽ ഞാൻ മൊഴിയെടുക്കാൻ തയ്യാറാണ്. കാരണം മർദ്ദിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്മഹത്യയെ സംബന്ധിച്ചിടത്തോളം ആ മനോവിഷത്തിലാണ് മരിച്ചെന്നുള്ള പൊതുവായിട്ട് എല്ലാ സാധാരണ. കാരണം ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഇവിടെ വെറ്റിനറി സർവകലാശാലയിൽ പൂക്കോട് അവിടെ സിദ്ധാർത്ഥ എന്നൊരു കുട്ടി ഇതേ സമാനമായ ഒരു വിഷയമാണ് ഉണ്ടായത്. അവിടെ വിദ്യാർത്ഥിയുടെ പ്രശ്നം വേറൊന്നാണ്, ഇത് വേറൊന്നാണ്. പക്ഷേ അന്ന് അത് ഒരു കൊച്ചു പയ്യൻ, ഒരു വിദ്യാർത്ഥി, ഇതൊരു ചെറുപ്പക്കാരൻ, അത്രയുള്ള വ്യത്യാസം. അവിടെ അടിച്ചത് ഒരു വിഭാഗമാണെങ്കിൽ ഇവിടെ അടിച്ചത് സ്റ്റാഫാണ്. അവിടെ കോലാഹലം ഉണ്ടാക്കിയ കോൺഗ്രസ് നേതാക്കന്മാർ എന്തുകൊണ്ട് സ്വന്തം കോൺഗ്രസ്സുകാരനായ ഒരു പ്രവർത്തകനെ ഒരു മരണം നടന്നപ്പോൾ അത് കൊലപാതകമാണോ ക്രൂരമർദ്ദനത്തിൽ മനം നൊന്ന് മരിച്ചതാണോ എന്ന് അന്വേഷിക്കാനുള്ളൊരു ബാധ്യത കോൺഗ്രസ് നേതാക്കളില്ലേ? അതിന് ഉത്തരവ് ചോദിച്ചിട്ടേ ഇല്ല, അങ്ങനെ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല, പൈസ കൊടുത്തിട്ടേ ഇല്ല, അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ചെയ്ത. കടം കയറി നിവൃത്തിയില്ലാതെ ഇവർ കൊടുക്കുന്ന പൈസ കൊടുക്കാത്തതൊന്നുകൂടെ ആത്മഹത്യ ചെയ്തല്ലേ, അല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും വേറെ സാഹചര്യത്തിൽ മരിച്ചതല്ല. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ ഉള്ളത് തെളിവില്ലാതെ പോയി, അപ്പോൾ ഇതും തെളിവില്ലാതെ പോകും. നാളെ ഇനി സംഭവിക്കാൻ പോകണം തെളിവില്ലാതെ പോകും.
അരാജകത്വമായ ഒരു ഓഫീസാണ് തരൂരിൻ്റെ. അതാണ് ശശി തരൂരിന്റെ ഓഫീസുമായി വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പല ഘട്ടത്തിലും ഉയർന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ, ക്രിമിനൽ കേസിൽ പ്രതിയായവരടക്കമുള്ളവരുണ്ട്. അങ്ങനെ അത്തരത്തിലൊക്കെ പലപ്പോഴും കേട്ടിരുന്നു. ഈ ഓഫീസാണോ കുഴപ്പം, ശശി തരൂരാണോ കുഴപ്പം? രണ്ടും കുഴപ്പമാണ്. കാരണം ഗൃഹനാഥൻ നന്നായില്ലെങ്കിൽ കാര്യസ്ഥ മോശമാവും, പണിക്കാരും മോശമാവും. ഗൃഹനാഥൻ തരൂരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല തന്റെ ഓഫീസിലുള്ളവരെ. കാരണം രണ്ടു ഭാഗത്തും തെറ്റുള്ളത് കൊണ്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എൻ്റെത് നിങ്ങൾ കാണാൻ പാടില്ല, നിങ്ങളത് എൻ്റെത് കാണാൻ പാടില്ല, രണ്ടുപേരും ഇടപെടാൻ പരസ്പരം പാടില്ല. അതായിരിക്കും എഗ്രിമെൻറ്റ്. അതുകൊണ്ടായിരിക്കാം ഇത്തരം വിഷയങ്ങളിൽ തരൂർ ഇടപെടാതെ പോയി എന്ന് വിശ്വസിക്കുന്നു. ഈ തരൂർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ചില വീടുകളിൽ പോകുന്നു, അവിടെ പലതരത്തിലുള്ള പാർട്ടികൾ നടത്തുന്നു, രാത്രി മുഴുവൻ അവിടെ തങ്ങുന്നു. പാർട്ടികൾ പലയിടത്തും ഉണ്ട്. അത് ഉന്നതർ പലരും ബന്ധപ്പെടാറുണ്ട്, അതിനകത്ത് പങ്കെടുക്കാറുണ്ട്. അത് ഏത് തരത്തിലുള്ളതെന്ന് ഇപ്പം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഉണ്ടെന്നുള്ളത് 100% സത്യമാണ്. പല കാര്യങ്ങളും അതിനകത്ത് നമുക്ക് പുറത്ത് പലരും ആ ചുറ്റുപാടുള്ളവരും മറ്റുള്ളവരൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത്തരം വൻപന്മാരുടെ വീടുകളിൽ പോകുമ്പം ഒരു പാവപ്പെട്ട പ്രവർത്തകൻ്റെ, അയാൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത പ്രവർത്തകൻ്റെ, ജോലി ചെയ്ത പ്രവർത്തകൻ്റെ വീട്ടിൽ അയാളെ സ്വന്തം ഭാര്യ മരിച്ചാലോ, അമ്മ മരിച്ചാലോ, അച്ഛൻ മരിച്ചാലോ, അയാളെ കിടപ്പിലായാലോ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുമ്പം പുള്ളിക്ക് എന്താണ് ഹൃദയവികാരമുള്ളത് എന്ന് നമ്മൾ അതിശയിച്ചു. യഥാർത്ഥത്തിൽ വിശ്വപൗരൻ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധിയാകാൻ വേണ്ട യോഗ്യതയില്ലാത്ത ആളാണ് തരൂരെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ യു എനിൽ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റല്ലേ അതെ, അത് അവിടെ ഒരു ആന്തരികമായ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ നിർദ്ദേശം കൊടുക്കാനപ്പുറമായി വേറെ ഒന്നുമില്ല. എവിടെയെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ അവരുടെ ഒരു അഭിപ്രായം പറയുന്നു, അല്ല UN വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ കാലഘട്ടം നമ്മൾ കാണുന്നില്ല, UN ഒരു അഭിപ്രായം മാത്രമേ പുറത്തു വരുന്നുള്ളൂ, ഒരു നടപടിയും UN ഭാഗത്തില്ല. പിന്നെ ചെയ്യുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചില കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന സാധനങ്ങളെ കുറിച്ചാണ്. അല്ല അതേ മോഡലിലേക്ക് ആണ് പുള്ളിയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അഭിപ്രായം പറയുക മാത്രമാണ്. ഇവിടെ വേണ്ടത് ക്രിയാത്മകമായ നിലപാടുകളാണ്. സഹായങ്ങൾ എത്തിക്കേണ്ടത് സഹായം എത്തിക്കണം, വികസനം നടത്തേണ്ടത് വികസനം നടത്തണം. ഇതൊന്നുമില്ലാതെ കുറേ സമ്പന്ന വർഗങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഡംബരപരമായ ജീവിതമാണ് പലപ്പോഴും പാർട്ടി പ്രവർത്തകരെ കണ്ണീരായി മാറുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ജയിക്കരുത് എന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ ജനമല്ലേ തീരുമാനിക്കുന്നത്. നമ്മളൊരിക്കലും ഒരു വ്യക്തിക്കോ അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ തീരുമാനിക്കാൻ പറ്റില്ല ഒരാളെ തോക്കുന്ന ജയിക്കുന്ന. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മത്സ്യമേഖലയിലുള്ള ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഇദ്ദേഹം ഇടയ്ക്ക് 2-3 പ്രാവശ്യം പോയി, ഒരു ആവേശം തരൂർ പോയി ഇപ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല പല തിരുവനന്തപുരം പാർലമെൻറ്റ് പ്രദേശങ്ങളിലും എല്ലാ മതവിഭാഗപ്പെട്ടവരും അദ്ദേഹത്തിനെ കൈയൊഴിഞ്ഞൊരവസ്ഥ എന്നുള്ളത്. എല്ലാ ജാതി സംഘടനകളും അദ്ദേഹത്തിന് കൈയൊഴിഞ്ഞ പ്രവർത്തനമുള്ളത്. കോൺഗ്രസിൻ്റെ നല്ലൊരു വിഭാഗം പ്രവർത്തകരും കൈയൊഴിഞ്ഞ അവസ്ഥയാണുള്ളത്. പിന്നെ എങ്ങനെ ജയിക്കണമെന്ന് ആരെങ്കിലും പറയുകയും ഞാൻ ആശിച്ചാൽ ചെയ്തു കൊണ്ടല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഗത്ഭനായ ഈ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ജനങ്ങൾ 15 വർഷം അനുഭവിച്ച യാതനകളും അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് തീർച്ചയായും ഒരു വലിയ ഒരു അനുഭവ സമ്പത്തുള്ള ഒരു മൊബൈൽ പോലുള്ള ആ കാലത്ത് സ്വപ്നം കാണാൻ നിൽക്കുന്ന ഒരു കാലത്ത് BPL മൊബൈൽ കൊണ്ടുവരികയും അതിനു മുമ്പേ പേജർ സംവിധാനം കൊണ്ടുവരികയും ചെയ്ത വ്യക്തിയാണ് ബഹുമാനീയനായ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്തേണ്ടത് പ്രയോജനപ്പെടുത്തി തിരുവനന്തപുരത്തുകാരുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ മുമ്പിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വാക്കുകളും മണിക്കൂറുകളായി ചർച്ചയൊക്കെ കാണുമ്പം നമ്മളൊക്കെ അതിശയിച്ചു പോവുകയാണ്. ഞാനൊക്കെ ഇപ്പോഴാണ് ബന്ധപ്പെട്ട് തുടങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ദിവസം കാണുമ്പോൾ പോലും അദ്ദേഹത്തെ ഇത്രത്തോളം താഴെത്തട്ടി നിന്നാണല്ലോ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ തരൂറിൻ്റെ ഈ വേറെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചില ബുക്കുകളൊക്കെ എഴുതിയ കൂട്ടത്തിൽ സ്ത്രീകളെ ചില ചെരുപ്പുകൾ കിടക്കുന്ന വീടുകളിൽ സ്ത്രീകളെ ഏറ്റവും മോശപ്പെടുത്തി പറഞ്ഞ ഒരാളാണ്. ഏറ്റവും കൂടുതൽ അപമാനിക്കുകയും യഥാർത്ഥത്തിൽ വാക്കെന്ന് പറയാൻ പാടില്ല. ആ സ്ത്രീകളെ മുഴുവൻ ഒരു വളരെ മോശപ്പെട്ട ആ വീട്ടിൻ്റെ പുറത്ത് ചെരുപ്പ് കിടന്നാൽ
പിന്നെ ആ വീട്ടിൽ കയറരുത് എന്ന് പറയുന്നത് വ്യാഖ്യാനം ശശി തരൂർ അന്ന് പറഞ്ഞുവെങ്കിൽ അത് തിരുവനന്തപുരത്തുകാരെയല്ല കേരളത്തിലെ മാത്രം മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്ന തുല്യമാണ്. പക്ഷേ അപ്പോഴും നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഈ ശശി തരൂരിൻ്റെ വോട്ടുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടെ വോട്ടുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയൊക്കെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അത് തിരുവനന്തപുരത്തുകാർ വീണ്ടും മണ്ടരാവുകയാണോ? അത് നമുക്ക് പറയുന്നത് ഇത് ക്ലാരിഫിക്കേഷൻ, അതായത് നമ്മൾ ഇതൊന്നും കുറിച്ചൊന്നും വിശദമായി, ചിലവർക്ക് ഈ ഭാഷ മനസ്സിലാവില്ല. വീട്ടിൽ 4-5 ചെരിപ്പിടുന്ന കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയില്ല. ശശി തരൂർ അത് ഉദ്ദേശിച്ചതും അദ്ദേഹം പുസ്തകം എഴുതിയതും അത് ഒരു വളരെ മ്ലേച്ഛമായ സ്ത്രീകളെ സ്വഭാവദൂഷ്യമായ സ്ത്രീകളായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ശശി തരൂരിനെ ഇത്തവണ ജനം തിരിച്ചറിയും. കാരണം അന്ന് ഇത് പുറത്ത് ഇത്രയും വരുന്നില്ല. ഇന്ന് ജനങ്ങൾ തിരിച്ചറിയും, ഞങ്ങളെയൊക്കെ മുഴുവൻ ആക്ഷേപിച്ചവനാണോ അല്ലെങ്കിൽ വ്യക്തിയാണോ ഈ ശശി തരൂർ എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് തിരിച്ചറിയുമ്പോൾ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ പരാജയം പൂർണ്ണമായും ഉണ്ടാകും. അതിനകത്ത് ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ ഇപ്പം ഈ ഗണപതി, ആദ്യമായിട്ട് ഗണപതിയെ മിത്തെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പുള്ളിയാണ് ഉണ്ട്. ശബരിമല സമരത്തിൽ സ്റ്റോക്ക്ഹോം സിൻഡ്രോമാണ് അതും പറഞ്ഞു. ശബരിമല സമരത്തിന് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞ ആളാണ്. അപ്പം ഇവിടെയൊക്കെ അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങളുള്ളത് അത് പാശ്ചാത്യ രാജ്യത്തിലുള്ള ആ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അത് മലയാളി സ്ത്രീകളെ സംബന്ധിച്ചുള്ള അമ്മമാരും സഹോദരിമാരും ആത്മാഭിമാനമുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ദയനീയ തോൽവിയായിരിക്കും ശശി തരൂരിന് സംഭവിക്കാൻ പോകുന്നത്. കാരണം സ്ത്രീകളുടെ കണ്ണീരോ വേദന അപമാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ശക്തിക്കും അത് തടയാൻ കഴിയില്ല. കാരണം അവരാണ് നമ്മളെ ഒരു അമ്മയായി മാറുന്നവരാണ്. ഒരു അമ്മയായി മാറുന്നവരെ നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് പ്രധാനമന്ത്രി പലപ്പോഴും പറയാറുണ്ട്. പ്രധാനമന്ത്രി ശക്തി എന്ന് പറയുന്ന സ്ത്രീയായി സങ്കല്പിക്കുമ്പോൾ, ആ ദേവിയായി സങ്കല്പിക്കുമ്പോൾ, ഇവിടെ ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസിൻ്റെ എംപിമാർ സ്ത്രീകളെ ആക്ഷേപിക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേകം തിരുവനന്തപുരത്തുകാർക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത്തവണത്തെ തരൂറിൻ്റെ പരാജയം മാനിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹം ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം മറ്റു ജന്മനാട്ടിലേക്കോ പോവുകയുള്ളൂ. ഇനി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നാൽ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ പേർ BJPയിലേക്ക് ഇനി വരാനുള്ള സാധ്യതയുണ്ട്. വളരെ കൂടുതലായിരിക്കും. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെ BJPയിലേക്ക് പ്രഗത്ഭരായ നേതാക്കന്മാരും ഉണ്ടാവും. പ്രഗത്ഭരായ നേതാക്കളും ഉണ്ടാവും. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്, ചർച്ചകൾ നേതാക്കൾ നടത്തുന്നുണ്ട്. അതിനെ ശക്തനായ ഞാൻ അത് പുറത്തെ കാര്യം പറയാൻ പറഞ്ഞു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ കെ സുരേന്ദ്രൻ, അദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ പ്രഗത്ഭനായൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അദ്ദേഹം സഞ്ചരിച്ച് കോൺഗ്രസ് വിമുക്ത ഭാരതമാണെന്നല്ലോ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിജി. അത് പ്രാവർത്തികമാക്കാനുള്ള തേരോട്ടത്തിലാണ് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും അദ്ദേഹം ഡിസ്കഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം സംസ്ഥാന പ്രസിഡന്റിന് കൂടി അവകാശപ്പെട്ടതാണ്. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി, ബഹുമാനീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഗ്യാരണ്ടിയും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ശക്തമായ പ്രവർത്തനമാണ് തിരുവനന്തപുരത്തേക്ക് കേരളത്തിൽ പാടെ എല്ലാ നേതാക്കന്മാരെയും ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്, ഇനി തുടങ്ങാൻ പോകണം. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഒഴുകിയെത്തുമെന്നാണ് തമ്പാനൂർ സതീഷ് പറയുന്നത്. വളരെ കാലത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തന പരിചയം കൈമുതലായുള്ള അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും കടപ്പാടുള്ള വ്യക്തിയല്ല. അത് സാധാരണക്കാരായ ജനങ്ങളോടായാലും അദ്ദേഹത്തിനെ കൈവച്ച് അനുഗ്രഹിച്ച ഗുരുക്കന്മാരായ ലീഡറെ പോലുള്ള നേതാക്കളായിരുന്നാലും അവരുടെ വിയോഗങ്ങളിൽ അദ്ദേഹത്തിനെ പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ് വ്യക്തത. ആരാധ്യനായ ലീഡർ അന്തരിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ
മുഴുവൻ വാവിട്ട് കരയുന്ന വേളയിൽ പോലും തരൂറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നത് വളരെയധികം കേരളത്തിലെ കോൺഗ്രസ്സുകാരായ അന്നത്തെ കാലത്തെ ജനങ്ങൾ വേദനിച്ചിരുന്നു. ഇന്ന് തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മാത്രം നേതാക്കന്മാരെ സ്നേഹിക്കുകയും തിരഞ്ഞെടുപ്പ് വേള കഴിഞ്ഞാൽ അത് തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ശശി തരൂർ. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഡർ മരിച്ചതിന് ശേഷം ആ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ കല്യാണിയിൽ കൊണ്ടുവച്ചു. അവിടെ വന്നില്ല. KPC ഓഫീസിൽ വെച്ചു. ആ നിമിഷം ഒരു നിമിഷം വന്നിട്ട് നിൽക്കാൻ കഴിയാതെ തിരക്കിട്ട് പോയൊരു മനുഷ്യനാണ്. തൃശ്ശൂർ സംസ്കരിക്കുമ്പോൾ അദ്ദേഹമില്ല. അതുപോലെ തന്നെ സഞ്ചാര ചടങ്ങ് അദ്ദേഹമില്ല. 16-ന് അദ്ദേഹമില്ല. ലീഡറുമായി ബന്ധപ്പെട്ട മരണമായ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാത്ത ഒരു വ്യക്തി സാധാരണക്കാര പാവപ്പെട്ട ജനങ്ങളെ എന്ത് പ്രശ്നത്തിന് പിന്നെ സഹായിക്കാനാണ്? മനസ്സാക്ഷി തൊട്ട് തീണ്ടിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിപ്പോയി. അദ്ദേഹത്തിന് ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല. പക്ഷേ ലീഡറെ പോലുള്ള മഹാനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മരണത്തിന് പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നൊരു വ്യക്തി പിന്നെ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ്? മറ്റൊരു കാര്യം, നമ്മൾ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഇത്തവണ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വികസനം കുതിച്ചു പായുമ്പോൾ കേരളത്തിലെ BJPയുടെ MP-മാർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായി 3 പ്രാവശ്യം മത്സരിക്കുകയും അത് പൊതുജനത്തിനും സമൂഹത്തിനും പ്രയോജനപ്പെടാൻ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിൽ വൻ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വൻ വികസനമുണ്ടാകും. അതുപോലെ തന്നെ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ പറയുന്ന പ്രഗത്ഭനായ വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ള അതുപോലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ വിദേശത്ത് കഷ്ടപ്പെടുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഓടിയെത്തുകയും അവരെ സുരക്ഷിതമായി കേരളത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് NDA സ്ഥാനാർത്ഥിയായ V. മുരളീധരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഈ 2 പേരെയും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിച്ചാൽ തിരുവനന്തപുരം ജില്ല ഇന്ന് കാണുന്ന ജില്ല മാത്രമല്ല, ഏറ്റവും മികച്ച വികസന പ്രവർത്തനമുള്ള കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ജില്ലയായി മാറുവാൻ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ ഫണ്ടുകളും ഉപയോഗിക്കാനും കഴിയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ഈ 2 MP-മാരും ആയി വരുന്നവരും വിനിയോഗിക്കും. അത് ബഹുമാനീയനായ നരേന്ദ്രമോദിയുടെ അനുഗ്രഹത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുമ്പോൾ അവിടെയും ആ ജില്ലകളിലും വികസന പ്രവർത്തനങ്ങൾ NDAയുടെ വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി അവിടെയും സ്പഷ്ടമാകാൻ കഴിയും എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.